ഇന്ത്യയും യു എയും തമ്മിലുള്ള ബന്ധം ശക്തമായ രീതിയിൽ തന്നെ വളരാൻ പോവുകയാണ്. ഇന്ത്യയും യു എയും ചേർന്ന് സ്വന്തമായി മറ്റൊരു നാറ്റോ രൂപീകരിക്കാൻ പോവുകയാണോ? ദക്ഷിണേഷ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും അധികാര സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയും യു എയും പരസ്പരം തന്ത്രപരമായ സഖ്യകക്ഷികളാക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇസ്ലാമിക് നാറ്റോ എന്ന ആശയമാണ്. 3 മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി ഈ 3 രാജ്യങ്ങൾ ചേർന്ന് ഒരു ഇസ്ലാമിക് നാറ്റോ എന്ന ആശയമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഈ ഇസ്ലാമിക് നാറ്റോ രൂപം കൊള്ളുകയാണെങ്കിൽ ഇത് ബാധിച്ചേക്കാവുന്ന മറ്റു രാജ്യങ്ങൾ, ഇത് ഏത് രീതിയിൽ മറ്റു രാജ്യങ്ങളെ ബാധിക്കും? ഇതിൽ ഇന്ത്യയുടെയും യു എയുടെയും തന്ത്രപരമായ സഹകരണം ഉണ്ടാകുമോ? ഇന്ത്യക്കും യു എക്കും ചേർന്ന് സ്വന്തമായി മറ്റൊരു നാറ്റോ രൂപീകരിക്കാൻ സാധിക്കുമോ? ഇങ്ങനെ ഇസ്ലാമിക നാറ്റോയെ നേരിടാൻ വേണ്ടി മറ്റൊരു മതേതര നാറ്റോ രൂപീകരിക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ ഏതൊക്കെ രാജ്യങ്ങൾ ഇതിൽ ചേരാനാകും? എന്തിനു വേണ്ടിയിട്ടാണ് യു എ ഇ പ്രസിഡന്റ് ഇത്ര എമർജൻസിയായി ഇന്ത്യ സന്ദർശിച്ചിരിക്കുന്നത്? ഇതിനെ പറ്റിയൊക്കെ നമുക്കൊന്ന് വിശദമായി നോക്കാം. ആണവായുധ സായുധ പാകിസ്ഥാൻ, സാങ്കേതികമായി മുന്നേറിയ തുർക്കി, എണ്ണ സമ്പന്നമായ സൗദി അറേബ്യ എന്നിവർ തമ്മിലുള്ള ഒരു സാധ്യതയുള്ള സൈനിക സഖ്യമാണ് ഇസ്ലാമിക് നാറ്റോ. ഈ സ്ഥാനത്തെ ഇന്ത്യ, യു എ ഇ, ഇസ്രായേൽ എന്നിവർ തമ്മിലുള്ള ഒരു മതേതര സൈനിക സഖ്യത്തിലൂടെ ഈ ഇസ്ലാമിക് നാറ്റോയെ നേരിടാൻ കഴിയും എന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. യു എ യുമായും ഇസ്രായേലുമായും ഇന്ത്യക്ക് ശക്തമായ തന്ത്രപരമായ ഒരു ബന്ധമാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇസ്രായേലിനോട് അടുത്ത് മിഡിൽ ഈസ്റ്റിലെ ഒരേ ഒരു സ്വാധീനമുള്ള രാജ്യമാണ് യു എ ഇ. യു എ ഇ ഇസ്രായേൽ പങ്കാളിത്തം സമീപകാലത്തെ വളരെയധികം ശക്തിപ്പെട്ടിരിക്കുകയാണ്. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ശൃംഖല, ഇസ്ലാമിക ഭീകര സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള ഭീഷണിയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇരു രാജ്യങ്ങളും പങ്കിടുന്നുമുണ്ട്. മതത്തെക്കാൾ താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു നയമാണ് ഇരു രാജ്യങ്ങളും പിന്തുടരുന്നത്. ഇങ്ങനെ ഇന്ത്യ, യു എ ഇ, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ ഒരു മതേതര നാറ്റോ ഈ ഇസ്ലാമിക് നാറ്റോയ്ക്ക് എതിരായി രൂപപ്പെട്ടാൽ ദക്ഷിണേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും അധികാര സന്തുലിതാവസ്ഥ ഏത് വഴിക്കാണ് ചായുക? സാമ്പത്തിക ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യ, യു എ ഇ, ഇസ്രായേൽ എന്നിവയുടെ സംയുക്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് $5.6 ട്രില്യൺ. ഇസ്ലാമിക് നാറ്റോ അതായത് തുർക്കി, പാകിസ്ഥാൻ, സൗദി അറേബ്യ എന്നിവയുടെ സംയുക്ത സമ്പദ് വ്യവസ്ഥ $2.9 ട്രില്യൺ ആണ്. അതായത് ഇന്ത്യ, യു എ ഇ, ഇസ്രായേൽ എന്നിവയുടെ പകുതിയിൽ താഴെയാണ് ഇപ്പോൾ രൂപപ്പെടാൻ പോകുന്ന ഇസ്ലാമിക് നാറ്റോയുടെ സമ്പദ് വ്യവസ്ഥ. അതേപോലെ ഈ മതേതര നാറ്റോയ്ക്ക് $1150 ബില്യൺ വിദേശ നാണ്യ കരുതൽ ശേഖരമുണ്ട്. അതേസമയം ഇസ്ലാമിക് നാറ്റോയ്ക്ക് $615 ബില്യൺ ആണ് ഉള്ളത്. ഇന്ത്യ, ഇസ്രായേൽ, യു എ ഇ എന്നിവിടങ്ങളിൽ 16,85,000 സജീവ സൈനികരുണ്ട്. അതേസമയം ഇസ്ലാമിക് നാറ്റോയിൽ 13,06,000 പേരാണ് ഉള്ളത്. അടുത്ത യുദ്ധവിമാനങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ 5ാം തലമുറ F-35 വിമാനങ്ങൾ ഉൾപ്പെടെ 1000-ലധികം യുദ്ധവിമാനങ്ങൾ മതേതര നാറ്റോയ്ക്കുണ്ട്. അതേസമയം ഇസ്ലാമിക് നാറ്റോയ്ക്ക് 900 എണ്ണം മാത്രമേ ഉള്ളൂ. ഇതുകൂടാതെ ഇന്ത്യ, ഇസ്രായേൽ, യു എ ഇ എന്നിവ തമ്മിലുള്ള സാധ്യതയുള്ള സഖ്യത്തിൽ ഇന്ത്യക്ക് 2 വിമാനവാഹിനി കപ്പലുകളുണ്ട്. അതേസമയം ഇസ്ലാമിക് നാറ്റോയ്ക്ക് ഒന്നുപോലുമില്ല. മതേതര നാറ്റോയ്ക്ക് 300-ലധികം യുദ്ധ കപ്പലുകളുണ്ട്. അതേസമയം ഇസ്ലാമിക നാറ്റോയ്ക്ക് 200 എണ്ണം മാത്രമേ ഉള്ളൂ. ആണവായുധങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മതേതര നാറ്റോയ്ക്കാണ് മുൻതൂക്കം. അതായത് ഇന്ത്യക്കും ഇസ്രായേലിനും 300-ലധികം ആണവായുധങ്ങൾ വീതമുണ്ട്. അതേസമയം ഇസ്ലാമിക് നാറ്റോയിൽ പാകിസ്ഥാന് മാത്രം 165 ആണവായുധങ്ങൾ മാത്രമാണ് ഉള്ളത്. അതേപോലെ തന്നെ മതേതര നാറ്റോയുടെ പ്രതിരോധ ബജറ്റ് എന്ന് പറയുന്നത് $140 ബില്യൺ ആണ്. അതേസമയം ഇസ്ലാമിക് നാറ്റോയുടെ സംയുക്ത പ്രതിരോധ ബജറ്റ് $110 ബില്യൺ ആണ്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇസ്ലാമിക നാറ്റോ ഇന്ത്യ, യു എ ഇ, ഇസ്രായേൽ അടങ്ങുന്ന മതേതര നാറ്റോയ്ക്ക് തുല്യമാകില്ല എന്നർത്ഥം. കൂടാതെ സമുദ്ര സാങ്കേതിക വിദ്യ, നിലനിൽക്കുന്ന ശക്തി, സാമ്പത്തിക ശക്തി എന്നിവ മതേതര നാറ്റോയുടെ തുടർച്ചയായ ശക്തിയായി ഉറപ്പാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ നിരവധി സമ്പന്ന രാജ്യങ്ങളുണ്ട്. പക്ഷെ അവയെല്ലാം എണ്ണ സമ്പദ് വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുകയാണ്. അതായത് എണ്ണയുടെ ആവശ്യമോ അവസാനിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിന്റെ മറ്റു ഭാഗങ്ങളുടെ അഭിവൃദ്ധിയും അവസാനിക്കും. എന്നാൽ ലോകത്തിന്റെ ബിസിനസ് കേന്ദ്രമായി മാറിയ യു എ ഇക്ക് ഇതൊരു പ്രശ്നവും നേരിടേണ്ടി വരില്ല. അതേപോലെ തന്നെ ഇന്ത്യയും യു എ ഇയും തമ്മിൽ ഇപ്പോൾ ദീർഘകാലവും ആഴത്തിലുള്ളതുമായ ഒരു പ്രതിരോധ പങ്കാളിത്തമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. വർദ്ധിച്ച സൈനിക സഹകരണം, സംയുക്ത അഭ്യാസങ്ങൾ, പ്രതിരോധ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയിലുമുള്ള സഹകരണം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടും. കൂടാതെ സുരക്ഷയും ഭീകരവിരുദ്ധ സഹകരണവും ഔപചാരികമാക്കപ്പെടുകയും ചെയ്യും. ഇതിനർത്ഥം ഇന്ത്യയുടെയും യു എയുടെയും പ്രതിരോധ ബന്ധം പുതിയ തലത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി നൂതന ആണവ സാങ്കേതിക വിദ്യയിൽ ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഇന്ത്യയും യു എയും 10 വർഷത്തെ ദീർഘകാല LNG കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. യു എ ഇപ്പോൾ ഇന്ത്യക്ക് പ്രതിവർഷം 0.5 ദശലക്ഷം മെട്രിക് ടൺ LNGയും നൽകുകയും ചെയ്യുന്നുണ്ട്.
UAE ഇപ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ വലിയ LNG വിതരണക്കാരായി മാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും AI സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഡേറ്റാ സെന്റർ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നുണ്ട്. ഈ കരാറിൽ AI ഒരു മുൻഗണനാ മേഖലയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കൂടാതെ UAEയുടെ പങ്കാളിത്തത്തോടെ ഗുജറാത്തിലെ ധൊലേരയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം, MRO സൗകര്യം, ഒരു പൈലറ്റ് പരിശീലന സ്കൂൾ എന്നിവ നിർമ്മിക്കും. ഇതിനർത്ഥം UAE ഇന്ത്യയിൽ ഒരു വലിയ അടിസ്ഥാന സൗകര്യ നിക്ഷേപം നടത്തുന്നു എന്നാണ്. ഇതുകൂടാതെ ഇന്ത്യയും മിഡിൽ ഈസ്റ്റ് വഴി യൂറോപ്പിലേക്കുള്ള ഒരു പുതിയ വ്യാപാര പാതയായ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ ഇടനാഴി എന്ന് പറയുന്നത് ഇന്ത്യൻ സാധനങ്ങൾ യൂറോപ്പിലേക്ക് നേരിട്ട് കൊണ്ടുപോകും. 2030 $100 ബില്യൺ വ്യാപാരത്തിലെത്താനാണ് ഇന്ത്യയും UAEയും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ ഈ ഉഭയകക്ഷി വ്യാപാരം $100 ബില്യൺ കവിഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴത്തെ പുതിയ ലക്ഷ്യം എന്നത് 2032 $200 ബില്യൺ എത്തുക എന്നതാണ്. ഏകദേശം $500 ബില്യൺ GDP ആണ് UAEക്ക് ഇന്നുള്ളത്. അതേപോലെ തന്നെ ക്ഷേത്രങ്ങൾ, പള്ളികൾ, സിനാഗോഗുകൾ എന്നിവ അനുവദിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു രാജ്യമെന്ന ഖ്യാതിയാണ് UAE ഇപ്പോൾ സ്വന്തമാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 150-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 5 ലക്ഷത്തിലധികം കമ്പനികളാണ് ഇപ്പോൾ UAE അവരുടെ പ്രാദേശിക അല്ലെങ്കിൽ ആഗോള അടിത്തറയായി പ്രവർത്തിക്കുന്നത്. ഇതേപോലെ തന്നെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും വലിയ ആഴത്തിലുള്ള ഒരു തന്ത്രപരമായ ബന്ധമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നൂതന ആയുധ സംവിധാനങ്ങൾ, സംയുക്ത ഗവേഷണ വികസനം, സാങ്കേതിക കൈമാറ്റം, ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയിലെ ശക്തമായ സഹകരണമാണ് രണ്ട് രാജ്യങ്ങളും അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇസ്രായേലിലെ പല സ്ഥാപനങ്ങളും ഇന്ത്യൻ പ്രതിരോധ കമ്പനികളായ ടാറ്റ, ഭാരത് ഫോർജ്, അദാനി എന്നിവയുമായി സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നുണ്ട്. ഇങ്ങനെ മതേതര നാറ്റോയിലെ ഓരോ രാജ്യങ്ങളുടെയും ശക്തിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിക് നാറ്റോയ്ക്കുള്ളിലെ പാകിസ്ഥാന്റെയും തുർക്കിയുടെയും സാമ്പത്തിക നില എന്ന് പറയുന്നത് തികച്ചും അസ്ഥിരമാണ്. ഈ രാജ്യങ്ങളുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ബഹ്റൈൻ, ഈജിപ്ത്, ജോർദാൻ, മൊറോക്കോ, ഒമാൻ തുടങ്ങിയ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളും മതേതര നാറ്റോ സഖ്യത്തിൽ ചേർന്നേക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തുർക്കിയുടെ എതിരാളികളായ ഗ്രീസും സൈപ്രസും ഇസ്രായേലുമായി ഇതിനകം ഒരു കരാറിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെയും താല്പര്യം മതേതര നാറ്റോ തന്നെയായിരിക്കും. ഇപ്പോൾ ഇസ്ലാമിക നാറ്റോയ്ക്ക് വേണ്ടിയുള്ള മുറിവിളികൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ മതേതര നാറ്റോയെ കുറിച്ചുള്ള ചർച്ചകളും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. UAE പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം ഇതിപ്പോൾ കൂടുതൽ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അതെ, ദക്ഷിണേഷ്യയുടെയും മിഡിൽ ഈസ്റ്റിന്റെയും അധികാര സന്തുലിതാവസ്ഥയിൽ ഇന്ത്യയും UAEയും പരസ്പരം തന്ത്രപരമായ സഖ്യകക്ഷികളാകാൻ തയ്യാറെടുക്കുകയാണോ? ഇന്ത്യ, UAE, ഇസ്രായേൽ എന്നീ രാജ്യങ്ങളുടെ ഒരു മതേതര നാറ്റോ ഒരു ഇസ്ലാമിക് നാറ്റോയ്ക്കെതിരായി രൂപപ്പെട്ടാൽ ദക്ഷിണേഷ്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും അധികാര സന്തുലിതാവസ്ഥ ഏതു വഴിക്കാണ് ചായുക എന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.